കുട്ടിക്കാലത്തെ ഓർമ്മകളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? അതേപോലെ തന്നെയാണ് കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കഴിച്ച ഭക്ഷണങ്ങളും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കുട്ടിക്കാലത്ത് നമ്മൾ ആസ്വദിച്ച് കഴിച്ച ഭക്ഷണങ്ങളും രുചികളുമെല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയിൽ മാത്രമല്ല, അത് കഴിക്കുന്ന രീതിയിലും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? നമുക്കിന്ന് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി ആസ്വദിച്ച് കഴിച്ച ഒരു ഭക്ഷണം തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ ഞാൻ ആദ്യം ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല പുളിയുള്ള പച്ചമാങ്ങയിട്ട ചമ്മന്തി. അപ്പോൾ ചമ്മന്തിക്കായിട്ടുള്ള തേങ്ങ, പച്ചമാങ്ങ, വെളുത്തുള്ളി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ് ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്കൊന്ന് ഇടിച്ച് ചതച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഉണക്കമീനൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഉണക്കമുളനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണക്കമീനൊന്ന് പൊരിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമ്മൾ കഴുകി എടുത്ത് വെച്ച മുള്ളനും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉണക്കലുമീൻ കൂടി ഒന്ന് വറുത്തെടുത്ത ശേഷം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ആദ്യം കഞ്ഞിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ കഞ്ഞിയുടെ ഒരു സൈഡിലേക്ക് നല്ല പച്ച മാങ്ങയിട്ട് അരച്ചെടുത്ത ചമ്മന്തിയും എരിവുള്ള മാങ്ങാച്ചാറും ചെറിയുള്ളിയും പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലയും കൂടിയിട്ട് ചതച്ചതും നല്ല പുളിയുള്ള കട്ടിത്തൈരും അവസാനമായിട്ട് 2 ഉണക്കമീനും കൂടി വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കാണുമ്പം തന്നെ വായിൽ കപ്പലോടും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഭവവുമായിട്ട് വീണ്ടും കാണാം.